ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാലറി, അതേപോലെ തന്നെ സാലറി അഡ്വാൻസ്, സാലറി പേയബിൾ. ഇത് എങ്ങനെയാണ് ടാലിയിൽ അക്കൗണ്ടിങ് എൻട്രീസ് ചെയ്യുക, അതേപോലെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഇത് കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി ചെയ്യുക, അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണെന്നെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? സാലറി അഡ്വാൻസ്, സാലറി പേയബിൾ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം എൻട്രീസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാളുടെ സാലറി 25,000 ആണെന്ന് വിചാരിക്കാം. ഒരു സ്റ്റാഫിൻ്റെ സാലറി 25,000 ആണ്. അപ്പോൾ അയാൾക്ക് ഒരു 10-ാം തീയതിയൊക്കെ ആയപ്പോൾ അയാൾക്ക് ആവശ്യം വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചു. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ അഡ്വാൻസ് ചോദിച്ചു. അപ്പോൾ എന്താണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുകയാണ് അഡ്വാൻസ്. പക്ഷെ അയാൾ ജോലി ചെയ്തിട്ടില്ലല്ലോ, അല്ലേ? അയാളുടെ സേവനം കിട്ടുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാലറി അഡ്വാൻസ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് തിരിച്ച് കിട്ടാനുള്ളതാണ്. അയാൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ അഡ്വാൻസുകളും എന്താണ്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ മന്ത് എൻഡിൽ നമ്മൾ സാലറി ബുക്ക് ചെയ്യുന്ന എൻട്രി ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം സാലറിയാണ് പിറ്റത്തെ മാസം കിട്ടുക, അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ഒരു മാസത്തെ എക്സ്പെൻസുകൾ ആ മാസം തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നിലേക്കും പോകാൻ പാടില്ല, മുന്നിലേക്കും പോകാൻ പാടില്ല. അപ്പോൾ സാലറി എന്നുള്ളത് ആക്ച്വലി കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് ആയിരുന്നു. ആ സാലറി നമ്മൾ അവിടെ കാണിക്കണം. പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. അടുത്ത മാസമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ എക്സ്പെൻസ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിന് വ്യത്യാസം വരും. ഒരു എക്സ്പെൻസ് അവിടെ കാണിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടായിരിക്കുക? പ്രോഫിറ്റ് എന്താണ്? കൂടിയിട്ടാണ് നിൽക്കുക. ഫേക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറും. അപ്പോൾ സാലറി എന്നുള്ളൊരു എക്സ്പെൻസ് അവിടെ കാണിക്കണം. പക്ഷെ സാലറി ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മുന്നേ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് കൂടിയിട്ടാണ് നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാളുടെ സാലറി 25,000 ആണ്. അയാൾ ഒരു 5,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എൻട്രി ചെയ്യാം. നമ്മൾ റെസീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെ നമ്മൾ എമൗണ്ട് കൊടുത്തു. ഡെബിറ്റിൽ ക്യാഷ് കൊടുത്തു. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഇനി നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ കോൺട്ര എടുത്തു, ക്യാഷ് എടുത്തു, ഒരു 50,000. ഡെബിറ്റിലെ ബാങ്ക് കാണിക്കാം, SIB ബാങ്ക്. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ സാലറി അഡ്വാൻസിന് അണ്ടർ എന്താണ് വരിക? ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ Alt C അടിച്ചു, സാലറി അഡ്വാൻസ്. അപ്പോൾ നമ്മൾ ഈ സാലറി അഡ്വാൻസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആൾക്കാരുടെ പേരുകൾ നമുക്ക് മെൻഷൻ ചെയ്യാം. ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ഓണർക്ക് അറിയണം ആർക്കൊക്കെയാണ് എത്ര വീതം എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ പേരിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാറില്ല. പകരം നമ്മളത് കോസ്റ്റ് സെൻറ്റർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം കോസ്റ്റ് സെൻറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. അതിന് വേണ്ടി എന്താണ്? മുകളിൽ കമ്പനി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ F11 ഫീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ F11 ഫീച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എനേബിൾ കോസ്റ്റ് സെൻറ്റർ. ഈ ഒരു ഓപ്ഷൻ ഒന്ന് യെസ് കൊടുക്കാം. ഇത് നമ്മൾ കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു.
ഇനി നമ്മൾ സാലറി അഡ്വാൻസിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. Alt C അടിച്ചു, സാലറി അഡ്വാൻസ്. ഇതിൻ്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ. ഈ ഒരു ലെഡ്ജറിനെ കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ ആക്കണോ? അപ്പോൾ ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് F12 അടിച്ചാൽ മതി. F12 പറഞ്ഞാൽ എന്താണ്? ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്, ടാലിയുടെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അപ്ലൈ കോസ്റ്റ് സെൻറ്റർ ഫോർ ലെഡ്ജേഴ്സ്. ഈ ഒരു ഓപ്ഷൻ എസ് കൊടുത്താലാണ് അവിടെ നമുക്ക് ആ ഓപ്ഷൻ ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എസ് കൊടുക്കാം, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ 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 അടിച്ചു, എൻ്റർ എൻ്റർ. ഇപ്പോൾ 5000 ആണ് അഡ്വാൻസ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ 5000 കൊടുത്തു. ഇവിടെ നമുക്ക് ചോദിക്കും നെയിം ഓഫ് കോസ്റ്റ് സെൻറ്റർ, ആർക്കാണ് കൊടുക്കുന്നത്? ഇവിടെ വെച്ചിട്ട് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുക. അതായത് ആൾക്കാരുടെ പേരുകളാണ്, എംപ്ലോയിയുടെ പേരാണ് കോസ്റ്റ് സെൻറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. Alt C അടിച്ചു, രാജ്, എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ എൻ്റർ. ക്രെഡിറ്റിൽ എന്താണ്? ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ എന്താണ് ഈ ഒരു എൻട്രി ചെയ്യുന്ന സാലറി അഡ്വാൻസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പക്ഷെ നമുക്ക് എന്ത് മനസ്സിലായി? ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? എന്നാൽ എൻട്രിയുടെ റൂളിനെ നമ്മളൊന്നും തെറ്റിച്ചിട്ടില്ല, എല്ലാം അതേപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് നരേഷൻ കൊടുക്കാം, പെയ്ഡ് സാലറി അഡ്വാൻസ് ടു രാജ്, എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ? ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അസറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിലോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ 5000 വന്ന് കിടക്കുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇനി നമ്മൾ മന്ത് എൻഡിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക? അതിൻ്റെ ആക്ച്വൽ സാലറി പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 25,000 ആണ് അല്ലേ? അപ്പോൾ ഇനി ആക്ച്വലി എത്രയേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? 20,000 ആണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 5000 നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര എമൗണ്ട് കൊടുക്കണം? 20,000 കൊടുക്കണം. അപ്പോൾ ആ 20,000 കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ അതിന് നമ്മുടെ അക്കൗണ്ടിങ്ങിലേക്ക് അത് വരണം. ടാലിയിൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഇനി 20,000 ഉള്ളൂ എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അതായത് മുമ്പേ കൊടുത്തിട്ടുള്ള അഡ്വാൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇല്ലാതെയാക്കണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്താണ്? നമുക്ക് വെട്ടുക തിരുത്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണ്? നമ്മൾ ഡെബിറ്റ് ചെയ്തതിനെ ഇല്ലാതെയാക്കാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? സാലറി നമ്മൾക്ക് ടോട്ടലായിട്ട് കാണിക്കണം. എന്നാൽ അഡ്വാൻസ് കുറച്ച് നമ്മൾ കൊടുക്കാനുള്ളത് എത്രയേ വരാൻ പാടുള്ളൂ? 20,000 ആണ് വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്? ഈ അഡ്വാൻസിനെ നമ്മൾ മുമ്പ് ഡെബിറ്റ് ചെയ്ത് വെച്ചു. ഇതിനെ ഇല്ലാതെയാക്കാൻ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താ വരിക? സാലറി 25,000. സാലറി 25,000 ആണല്ലോ. ഇനി എന്ത് ചെയ്തു? ക്രെഡിറ്റ്, സാലറി അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്തു 5,000. ക്രെഡിറ്റ് എന്നുള്ളിടത്ത് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കണം? സാലറി പേയബിൾ കൊടുക്കാനുണ്ട്, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യണ എൻട്രിയാണ് നമ്മൾ മന്ത് എൻഡിൽ കാണിക്കുക. പിറ്റത്തെ മാസമാണ് നമ്മൾ സാലറി ക്യാഷ് അല്ലെങ്കിൽ ചെക്കായിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ ആ എൻട്രി നമ്മൾ ഏതിലാണ് ചെയ്യുക? ജേണലാണ് ചെയ്യുക. കാരണം ക്യാഷും ബാങ്കും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മളിവിടെ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് സാലറിയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ. ഇവിടെ നമ്മൾ എസ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ടോട്ടൽ സാലറി എത്രയാണ്? 25,000 ആണ്. 25,000 എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആരൊക്കെയാണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, രാജ് എടുത്തു, എൻ്റർ അടിച്ചു. ഇനി ക്രെഡിറ്റ് എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? മുമ്പ് നമ്മൾ അഡ്വാൻസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ അഡ്വാൻസ് നമുക്ക് ഇല്ലാതെയാക്കണം. അത് കഴിച്ച് ബാക്കിയുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? ഇവിടെ നമുക്ക് ക്രെഡിറ്റിൽ നമുക്ക് എന്ത് കാണിക്കാം? സാലറി അഡ്വാൻസ്. ഇവിടെ നമുക്ക് 5,000 കൊടുക്കാം, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ആരൊക്കെയാണ്? ഇവിടെ നമുക്ക് ആരൊക്കെയാണ്? രാജിനാണ് നമ്മൾ കൊടുക്കുന്നത്, രാജ്, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സാലറി അഡ്വാൻസ് ഇവിടെ നില്ലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്താണ്? ക്രെഡിറ്റിൽ എന്താണ്? നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല, കൊടുക്കാനുണ്ട്, ബാധ്യതയാണ്. സാലറി പേയബിൾ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയും. Alt C അടിച്ചു, സാലറി പേയബിൾ. അണ്ടർ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. ഇവിടെ നമുക്ക് അണ്ടർ കറണ്ട് ലയബിലിറ്റിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ നമ്മളിവിടെ എസ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു.
എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് നരേഷൻ കാണിക്കാം. പെയ്ഡ് സാലറി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് സാലറി അഡ്വാൻസ്. ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് അഡ്വാൻസ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ ചെയ്യുക ലാസ്റ്റ് മന്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം 31/5 നമുക്ക് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഒരു എൻട്രി നമുക്ക് സേവ് ചെയ്തു. ഇനി നമ്മൾ സാലറി കൊടുക്കുക എപ്പോഴാണ്? നമ്മൾ നെക്സ്റ്റ് മന്തിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. 2/6 കൊടുത്തു. ഇനി നമ്മൾ എന്താണ് പേയ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കാരണം നമ്മൾ കൊടുക്കുകയാണല്ലോ ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് എടുക്കും. ഇനി നമ്മൾ എന്താണ് സാലറി അല്ല ഇനി കാണിക്കേണ്ടത്. എന്താണ് സാലറി പേയബിൾ ആണ്. സാലറി ഒരു പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സാലറി പേയബിൾ എടുത്തു. ഇവിടെ എന്താണ് നമുക്ക് സാലറി പേയബിൾ ആയിട്ട് എത്രയാണ്? ഇവിടെ 20,000 ആണ്. ഇവിടെ നമ്മൾ 20,000 കാണിച്ചു. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് ചെക്ക് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്കിവിടെ കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ 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 എൻ്റർ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കാരണം നമുക്ക് മുമ്പേ തന്നെ നമുക്ക് സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ. ബാലൻസ് ഷീറ്റ് എടുത്തു. ഡീറ്റെയിൽഡ് എടുത്തു. അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് സാലറി പേയബിൾ പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലോൺ സൈഡ് അഡ്വാൻസിന് മുമ്പേ തന്നെ അഡ്വാൻസ് പോയിട്ടുണ്ടായിരുന്നു. കാരണം അത് സാലറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തതിനെ ഇല്ലാതാക്കാൻ ക്രെഡിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിലെ ഇത് മാത്രമല്ല, ഇതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറയുക. ഒരു മന്ത് എൻഡിലും ഒരു ഇയർ എൻഡിലും നമ്മൾക്ക് ഇയർ എൻഡ് ക്ലോസിങ് അല്ലെങ്കിൽ മന്ത് എൻഡ് ക്ലോസിങ് എൻട്രീസ് നല്ല രീതിയിലേക്ക് അറിഞ്ഞിരിക്കണം. ഒരു അക്കൗണ്ടൻ്റ് നിർബന്ധമായിട്ടും എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് ക്ലോസിങ് എൻട്രീസ്, ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വർഷവും ഞാൻ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.